All of you, welcome back our mathematics class. എല്ലാവർക്കും നമ്മുടെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. Now our heading the divisions. മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് ആ 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി എന്ന് പറയുന്നത് 45 90 ഡിഗ്രി എന്ന് പറയുന്ന ആ സെക്ഷനാണ് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അത് ചെയ്താൽ കിട്ടിയാൽ തന്നെ എല്ലാ പ്രോബ്ലംസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഇവിടെ ഡിവിഷൻ എന്ന് പറയുന്ന സെക്ഷൻ, ഡിവിഷനിൽ നമ്മൾ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത് നോക്കൂ. ഡിവിഷൻ ഡിവൈഡ് ചെയ്യുന്നത് √6 ഡിവൈഡഡ് ബൈ √2, √6 ഡിവൈഡഡ് ബൈ √2. അതിന് നമുക്ക് √6 ഡിവൈഡ് ബൈ √2 നമുക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കാം. അങ്ങനെ √6/2 എന്ന് കൊടുക്കാം. √6/2. സോ വാട്ട് ഈസ് √6/2? √6/2 ഈസ് √6/2, that is 6/2. What is 6/2? 3. So answer is √3. Answer is √3. Next, √6/√3. So we can write this one √6/3. √6/3. So what is 6/3? The answer of 6/3 is 2. So we can write the answer √6/√3. Answer is √2. Next, third question, √2 divided by √3. So √2 divided by √3 എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഒന്നിച്ച് ഇങ്ങനെ √2/3 എന്ന് എഴുതാം അല്ലേ, √2/3 എന്ന് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് വൺ, √3 divided by √2, √5. സോ വി ക്യാൻ റൈറ്റ് √3/5 എന്ന് എഴുതാം അല്ലേ, √3/5 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിവിഷൻ എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഡിവിഷൻ എന്ന് പറയുന്നത്. കിട്ടിയോ? ദെൻ ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലത്തിലേക്ക് പോവാം. ഫസ്റ്റ് പ്രോബ്ലം, ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഓൺ ദ ബിലോ കറക്റ്റ് ടു എ മില്ലിമീറ്റർ എന്ന് പറയുന്നു. ഇവിടെ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് തന്നിട്ടുള്ളത് അല്ലേ. അധികവും ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും, കാരണം നമ്മൾ പഠിച്ച റിലേഷൻ എന്ന് പറയുന്നത് ഏതായിരുന്നു? 30 60 90 ആയിരുന്നു അല്ലേ. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? യെസ്, 30 60 90 ഡിഗ്രി ആയിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണോ അധികവും ഇതിലുണ്ടാകുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ചിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എത്രയാണ്? ഇവിടെ 4 സെൻറ്റിമീറ്റർ, അത് കംപ്ലീറ്റ് 4 സെൻറ്റിമീറ്റർ ആണ്. ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസറിൽ ഞാനൊരു ചിത്രം കൂടി വരച്ചിട്ടുണ്ട്. അതിൽ ഞാനിവിടെ 30 എന്ന് എഴുതിയിട്ടുണ്ട്, ഇവിടെ 60 എന്ന് എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്? ഇവിടെ എന്തുകൊണ്ടാണ് 60 എന്ന് എഴുതിയത്? ഇതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താ? എല്ലാ ആംഗിളും എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും അല്ലേ. എല്ലാ ആംഗിളും 60 ഡിഗ്രി ആയിരിക്കും. അതന്നെയാണല്ലോ നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ വി ക്യാൻ മാർക്ക് ദ ആംഗിൾ ഹിയർ, ദാറ്റ് ഈസ് 60 ഡിഗ്രി, and this one is 90 degree because this line is perpendicular. And what about this angle? The remaining angle is 30 degree. You know that here this one is 30 degree. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെയല്ല, ഇവിടെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. എന്താണ് ആ ഡിഫറൻസ്? ഈ സൈഡ്, ഈ 4 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന ഈ സൈഡ് 60യുടെ ഓപ്പോസിറ്റ് ആണ് അല്ലേ. അപ്പോൾ അതൊരു പ്രശ്നമാണ് കേട്ടോ. അത് മാത്രമേ പ്രശ്നമുള്ളൂ, മറ്റേതൊന്നും പ്രശ്നമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 30യുടെ ഓപ്പോസിറ്റ് ഉള്ളതാണ് തന്നിട്ടുള്ളത് എങ്കിൽ 4 സെൻറ്റിമീറ്റർ എന്നെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് എഴുതാമായിരുന്നു. 30യുടെ ഓപ്പോസിറ്റ് 4 ആണെങ്കിൽ 90യുടെ ഓപ്പോസിറ്റ് അതിൻ്റെ ഡബിൾ 8, 60യുടെ ഓപ്പോസിറ്റ് 4√3 എന്ന് എഴുതാമായിരുന്നു അല്ലേ. ബട്ട് ഇവിടെ അങ്ങനെയല്ലല്ലോ തന്നിട്ടുള്ളത്. ഏതിൻ്റെ ഓപ്പോസിറ്റാണ്? 60യുടെ ഓപ്പോസിറ്റാണ് തന്നിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഇവിടെ പേര് കൊടുക്കുകയാണ്, ABC എന്ന് പേര് കൊടുത്തു കേട്ടോ. ഏതാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്? The opposite side of 60 degree, that's given here 4 centimeter. Now we want to find out the sides AB and AC. AB is a small side of AB is a part of the triangle ABC. ABCയുടെ ഒരു പാർട്ട് മാത്രമാണ് AB എന്ന് പറയുന്നത് അല്ലേ. ആൻഡ് വാട്ട് അബൌട്ട് AC? AC എന്ന് പറയുന്നത് ഈ വലിയ ട്രയാങ്കിളിൻ്റെ എന്താണ്? ഒരു സൈഡാണ്. AC is a side of our equilateral triangle. Equilateral triangle സൈഡാണ്. Look at our question. Our question says that you just want to find out the length of the sides, length of the side. So that means we want to find out AC or the length of something.
നമ്മളിവിടെ പേരൊന്നും കൊടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്കത് പറയണ്ട. ഈ എ സി കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രം നമ്മൾ ചെയ്താൽ മതി. And then how to find out the length of AC. എ സിയുടെ ലെങ്ത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. നന്നായി ശ്രദ്ധിക്കൂ. ഇവിടെ നോക്കൂ, 60യുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് 60 is equal to 4 cm. Therefore, we can write the opposite of 30 degree like this, 4/√3. ഈ √3 എവിടെ നിന്നാണ് കിട്ടിയത്? അത് 60യുടെ ആ ഒരു ഭാഗം വരുമ്പോൾ √3 വരുമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്, ഡിസ്കസ് ചെയ്തതാണ്. So answer, I just write the answer. The opposites of 60 degree is equal to 4. That is given 4 cm given. Therefore, opposite of 30 degree is equal to 4/√3. What is that? 4/√3. Okay, and what about, I just write another figure. This is 60 degree and this one is 30 degree. I just write here 90 degree. And I mark here opposite side of 60 degree is 10 cm. And what about here? 10/√3. And here the double of that, 20/√3. 20 by double. അപ്പോൾ ഇവിടെ എന്താ വരിക? Opposite of 90 degree is equal to 8/√3. ഡബിൾ കേട്ടോ, 4/√3യുടെ ഡബിൾ. 30യുടെ ഓപ്പോസിറ്റ് എന്താണോ അതിൻ്റെ ഡബിൾ ആണ് എന്ത് വരിക? 90യുടെ ഓപ്പോസിറ്റ് വരിക. കിട്ടിയോ? അപ്പോൾ എന്തായിട്ടത്? ഓപ്പോസിറ്റ് ഓഫ് 90 degree 8/√3. Therefore, ലെങ്ത് ഓഫ് ദ സൈഡ് അല്ലേ, ഇതാ 90യുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 8/√3. Therefore, ലെങ്ത് ഓഫ് സൈഡ് ഇസ് ഈക്വൽ ടു 8/√3. ഇതിനെന്ത് ചെയ്യണം എന്നറിയോ? മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഹെഡിങ്. എങ്ങനെയാ ശ്രദ്ധിച്ചോട്ടോ? സോറി, ഡിവിഷൻ എന്ന് പറയുന്ന ഹെഡിങ്. ഇത് ഡിവിഷനാണ് വന്നത്. 8/√3 ഡിവിഷൻ വന്നു അല്ലേ. അപ്പോൾ നമ്മളെങ്ങനെ ഡിവൈഡ് ചെയ്യും? അപ്പോൾ എന്ത് ചെയ്യുക? ഈ √3 കണ്ടോ, √3. അതുകൊണ്ട് നിങ്ങൾ മുകളിൽ ഇങ്ങനെ ഇൻറ്റു ചെയ്യുക. അടിയിൽ √3 ഉണ്ട്, അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക? ഇങ്ങനെ √3 ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്ത കാര്യം ശ്രദ്ധിക്കട്ടെ നിങ്ങൾ. ഈ അടിഭാഗത്തുള്ള √3 കണ്ടോ, ആ √3ൻ്റെ മുകളിലും അടിയിലും എന്ത് ചെയ്യുക? മൾട്ടിപ്പിൾ ചെയ്യുക കേട്ടോ. അപ്പം അങ്ങനെ ചെയ്താൽ മതി. ഇപ്പം എന്താ ആൻസർ വരിക എന്ന് പറയുക? 8 ഇൻറ്റു √3യുടെ വാല്യൂ 1.73 ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് √3 ഇൻറ്റു √3? √3 ഇൻറ്റു √3 3, √3 ഇൻറ്റു 3, √2 ഇൻറ്റു 3 3 ആണ് കേട്ടോ. അപ്പോൾ 3 എഴുതിയാൽ മതി. ഇനി ഇത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യുക? നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ആ ഉത്തരത്തെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ എന്ത് കിട്ടും? ആൻസർ കിട്ടും കേട്ടോ. ഇത്രയും മില്ലി എഴുതിയാൽ മതി കേട്ടോ. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നിങ്ങൾക്കൊരു വർക്ക് എന്ന് പറയുന്നത് ഇവിടെ 4 ആണല്ലോ നമ്മൾ എഴുതിയിട്ടുള്ളത്. 4ന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക? 2 കൊടുത്തിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. 4ന് പകരം 2 ചെയ്ത് നോക്കുക കേട്ടോ. ക്ലിയർ ആണല്ലോ? അല്ലെങ്കിൽ 3 ഏതെങ്കിലും ഒരെണ്ണം വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അത് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് √2 + 1 ഇൻറ്റു ബ്രാക്കറ്റ് ഡിനോട്ട് ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ് കേട്ടോ. √2 + 1 ഇൻറ്റു √2 - 1 = 1. അപ്പോൾ ആദ്യം പറയുന്നത് ഇത് പ്രൂവ് ചെയ്യാനാണ്. അതായത് ഇത് രണ്ടും ഇൻറ്റു ചെയ്യുമ്പോൾ 1 കിട്ടുന്നുണ്ട് എന്ന് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്കൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം അല്ലേ. ശരിക്കും ശ്രദ്ധിക്കണേ. √2 + 1 ഇൻറ്റു √2 - 1 അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 1 കിട്ടണം. അത് പ്രൂവ് ചെയ്യണേ. എന്നിട്ട് മതി ബാക്കി. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. എങ്ങനെ നമ്മളിങ്ങനെ ഇൻറ്റു ചെയ്യണത് എങ്ങനെയായിരുന്നു? 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നത്. ഫ്രം 8th സ്റ്റാൻഡേർഡ് വി ജസ്റ്റ് നോ വി ആർ ജസ്റ്റ് ലേൺ ഹൗ ടു സോൾവ് ഹൗ ടു റെഡ്യൂസ് ദി ഇക്വേഷൻ. എങ്ങനെയാണ്? √2 ഇൻറ്റു √2. ഫസ്റ്റ് √2 ഇൻറ്റു √2. √2 ഇൻറ്റു √2 2. ഓക്കെ, നെക്സ്റ്റ് √2 ഇൻറ്റു 1. ഇവിടെ -1 ആണല്ലേ. നെക്സ്റ്റ് √2 ഇൻറ്റു -1 -√2. √2 ഇൻറ്റു √2 2. √2 ഇൻറ്റു -1 -1 ജസ്റ്റ് റൈറ്റ് √2 എന്ന് എഴുതിയാൽ മതി കേട്ടോ. അടുത്തത് +1 ഇൻറ്റു √2. +1 ഇൻറ്റു √2 +√2. നെക്സ്റ്റ് +1 ഇൻറ്റു -1
അതായത് 1 ഇൻറ്റു -1 -1 1 ഇൻറ്റു -1 -1 ഈക്വൽ ടു 2 മൈനസ് √2 പ്ലസ് √2 0 മൈനസ് √2 പ്ലസ് √2 0 കുറക്കാനല്ലേ അപ്പോൾ 0 ആയി ബാക്കി -1 2 -1ൻ്റെ ആൻസർ 1 പ്രൂവ് ചെയ്തില്ലേ അല്ലേ എന്താ കിട്ടിയത് √2 പ്ലസ് 1 ഇൻറ്റു √2 -1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 സോ അത് പ്രൂവ് ചെയ്തു ഇനി എന്താ പറയുന്നത് ആ പ്രൂവ് ചെയ്തത് ഉപയോഗിച്ചിട്ട് യൂസ് ദിസ് അത് ഉപയോഗിച്ച് കമ്പ്യൂട്ട് 1/√2 -1 1/√2 -1ൻ്റെ വാല്യൂ എന്ത് ചെയ്യണം നിങ്ങളോട് കണ്ടുപിടിക്കാനാണ് പറയുന്നത് കറക്റ്റ് ടു 2 ഡെസിമൽ പ്ലേസ് അല്ലേ 2 ഡെസിമൽ പ്ലേസ് ആയിട്ട് അതെന്ത് ചെയ്യണം കണ്ടുപിടിക്കണം ഏത് ഉപയോഗിച്ചിട്ട് √2 + 1 ഇൻറ്റു √2 -1 എന്ന് പറയുന്നത് 1 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തല്ലോ അത് ഉപയോഗിച്ച് ചെയ്യണം അല്ലേ അപ്പോൾ ശരിക്കും ശ്രദ്ധിച്ചോളി നമ്മൾ ആരുടെ വാല്യൂ കാണാനാണ് പോകുന്നത് 1/√2 -1ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പുകൾ ശ്രദ്ധിച്ചോളി കോൺജുഗേറ്റ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും ഓക്കെ സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എല്ലാവരും ശ്രദ്ധിച്ചോളി 1/√2 -1 അല്ലേ ഇവിടെ ഉള്ളത് അല്ലേ അതിൻ്റെ നേരെ കോൺജുഗേറ്റ് എന്ത് ചെയ്യുക ഇവിടെ √2 + 1 കേട്ടോ ഇവിടെ √2 -1 അല്ലേ അത് എന്താ അതിൻ്റെ ചിഹ്നം മാറ്റുക √2 + 1 കൊണ്ട് അടിഭാഗത്ത് ഡിനോമിനേറ്ററിൽ ഇൻറ്റു ചെയ്യുക ഡിനോമിനേറ്റർ ഇൻറ്റു ചെയ്യാൽ മുകളിലും അത് ഇൻറ്റു ചെയ്യുക √2 + 1 എന്ന് പറയുന്നത് 1 ഇൻറ്റു √2 + 1 എന്താ നമ്മൾ ചെയ്തത് മുകളിലും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ എന്ത് ചെയ്തു ഇതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു മൾട്ടിപ്പിൾ ചെയ്തു അല്ലേ ശരിയല്ലേ അപ്പോൾ മൾട്ടിപ്പിൾ ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് എല്ലാവരും ഒന്ന് പറഞ്ഞേ ഈക്വൽ ടു 1 ഇൻറ്റു √2 + 1 എന്ന് പറഞ്ഞാൽ √2 + 1 divided by what is the value of √2 - 1 into √2 + 1 √2 - 1 into √2 + ന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് 1 ആണെന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ഇവിടെ കൊടുത്തൂടെ √2 - 1 into √2 + 1 1 അല്ലേ ഈക്വൽ ടു ഇനിയോ √2 + 1 divided by 1 എന്ന് പറഞ്ഞാൽ ആൻസർ എന്താ അത് തന്നെയാണ് അല്ലേ √2 + 1 ഇനി നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം √2ൻ്റെ വാല്യൂ കൊടുക്കാം അല്ലേ √2ൻ്റെ വാല്യൂ എന്താ 1.414 അല്ലേ +1 ആൻസർ 2.414 അല്ലേ ഇത്രയും ഇതാണ് എന്തെന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കറക്റ്റ് 2 ഡെസിമൽ പ്ലേസ് അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു 2.414 എന്ന് എഴുതി കിട്ടിയോ ഓക്കെ ആണല്ലോ ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ട് കമ്പ്യൂട്ട് 1/√2 + 1 നേരത്തെ നമ്മൾ ചെയ്തത് 1/√2 - 1 ആയിരുന്നു അല്ലേ കറക്റ്റ് ടു 2 ഡെസിമൽ പ്ലേസസ് ഓക്കെ സോ 1/√2 + 1 ആണല്ലേ 1/√2 + 1 ഇത് നമ്മൾ എങ്ങനെ ചെയ്യാം ഓക്കെ നമ്മൾ എന്ത് ചെയ്യും ഇതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ അല്ലേ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ √2 + 1ൻ്റെ കോൺജുഗേറ്റ് √2 - 1 അതിവിടെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ ഇപ്പോൾ √2 - 1 1 ഇൻറ്റു √2 - 1 ഓക്കെ വാട്ട് ഈസ് 1 ഇൻറ്റു √2 - 1 ദാറ്റ് ഈസ് √2 - 1 ഡിവൈഡഡ് ബൈ ഇനി ഇതിൻ്റെ വാല്യൂ നമുക്കറിയാലോ അല്ലേ √2 + 1 ഇൻറ്റു √2 - 1 എന്ന് പറയുന്നത് 1 ആണ് അല്ലേ നമ്മൾ നേരത്തെ ചെയ്തതാണ് അപ്പോൾ അതാണ്ട് എഴുതിയാൽ മതി ദെൻ ഇവിടെയോ √2 - 1/√1 എന്ന് പറഞ്ഞാൽ എന്താ √2 - 1 അല്ലേ √2 - 1 √2ൻ്റെ വാല്യൂ 1.41 - 1 ഇപ്പോൾ 1.41 - 1 എന്ന് പറയുമ്പോൾ എത്ര 0.41 എന്നത് simplify √3 - √2 into
root 3 plus root 2. Use this to compute 1 by root 3 minus root 2 and കൂടാതെ 1 by root 3 plus root 2 ഇത്രയും കണ്ടുപിടിക്കണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? റൂട്ട് 3 മൈനസ് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 3 പ്ലസ് റൂട്ട് 2 എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്യണം അല്ലേ? എങ്ങനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക? എല്ലാവരും ശ്രദ്ധിച്ചോളി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്തൂടെ? ഒന്ന് പറഞ്ഞേ. ഇതൊരു എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറയുന്ന രൂപത്തിൽ നമുക്കിത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് അറിയാം നിങ്ങൾക്ക്? എല്ലാവർക്കും അറിയോ? ഇത് നമ്മൾ പഠിച്ചതാ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇതിൻ്റെ വാല്യൂ എന്താ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എന്താ പറയുക? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. സോ ദിസ് വൺ ഈസ് എക്സ്പാൻഷൻ ഫോർ ദ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതെന്താ? ഇത് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? റൂട്ട് 3 എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇങ്ങനെ വരിക. റൂട്ട് 3 സ്ക്വയർ മൈനസ് റൂട്ട് 2 സ്ക്വയർ. ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് റൂട്ട് 3 സ്ക്വയർ? റൂട്ട് 3 സ്ക്വയർ ദാറ്റ് ഈസ് 3 മൈനസ് റൂട്ട് 2 സ്ക്വയർ ദാറ്റ് ഈസ് 2. റൂട്ട് 2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ആൻഡ് റൂട്ട് 3 സ്ക്വയർ ഇസ് ഈക്വൽ ടു 3. ഈക്വൽ ടു 3 മൈനസ് 2 ദാറ്റ് ഈസ് 1. സോ ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് or simplified form of root 3 minus root 2 into root 3 plus root 2 that is equal to 1. Okay. Next, compute. Use this. അത് ഉപയോഗിച്ചിട്ട് compute 1 by root 3 minus root 2 and 1 by root 3 plus root 2. ഇത് രണ്ടും കണ്ടുപിടിക്കണം അല്ലേ? So first one we can find 1 by root 3 minus root 2. ഇത് എങ്ങനെ ചെയ്യാനാ പറഞ്ഞേ? കോൺജുഗേറ്റ് മൾട്ടിപ്പിൾ അല്ലേ? സോ ദാറ്റ് ഈസ് 1 by root 3 മൈനസ് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 3 പ്ലസ് റൂട്ട് 2 അല്ലേ? ഇവിടെ റൂട്ട് 3 പ്ലസ് റൂട്ട് 2. ഓക്കെ, ഇങ്ങനെ ചെയ്യണം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ 1 ഇൻറ്റു റൂട്ട് 2 റൂട്ട് 3 പ്ലസ് റൂട്ട് 2 എന്ന് പറഞ്ഞാൽ റൂട്ട് 3 പ്ലസ് റൂട്ട് 2 ഡിവൈഡഡ് ബൈ റൂട്ട് 3 മൈനസ് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 3 പ്ലസ് റൂട്ട് 2. ആൻസർ എത്ര കിട്ടിയത്? 1 ആണ് കിട്ടിയത്. അപ്പോൾ അതവിടെ കൊടുത്തോളൂ. 1 ഈക്വൽ ടു റൂട്ട് 3 പ്ലസ് റൂട്ട് 2 ബൈ 1 എന്ന് പറഞ്ഞാൽ ആൻസർ എന്താ? റൂട്ട് 3 പ്ലസ് റൂട്ട് 2. ഇനി നമുക്ക് വാല്യൂ കൊടുക്കാം. റൂട്ട് 3യുടെ വാല്യൂ 1.73 പ്ലസ് 1.41. ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്താൽ എന്ത് കിട്ടി? അതിൻ്റെ ആൻസർ കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ചെയ്തൂടെ? ഇല്ലേ? ഓക്കെ. ഇനി അത് കഴിഞ്ഞിട്ട് എന്ത് കാണണം? 1 by root 3 plus 2 വില കാണണം അല്ലേ? അപ്പോൾ അതെങ്ങനെയാ? 1 by root 3 plus root 2. എന്ത് ചെയ്യണം? 1 by root 3 plus 2. ഇതിൻ്റെ കോൺജുഗേറ്റ് ഏതാ? റൂട്ട് 3 മൈനസ് റൂട്ട് 2. ദെൻ ഇവിടെയും റൂട്ട് 3 മൈനസ് റൂട്ട് 2. എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. അപ്പോൾ 1 ഇൻറ്റു റൂട്ട് 3 മൈനസ് റൂട്ട് 2 ദാറ്റ് ഈസ് റൂട്ട് 3 മൈനസ് റൂട്ട് 2 ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ആൻസർ എന്താ? വാട്ട് ഈസ് ദ സിംപ്ലിഫൈഡ് ഫോം ഓഫ് ദിസ് വൺ? 1 and equal to root 3 minus root 2 by 1. root 3 minus root 2 ആണ്. root 3യുടെ വാല്യൂ 1.73 മൈനസ് 1.41. അത് രണ്ടും മൈനസ് ചെയ്താൽ അതിൻ്റെ ആൻസറും കിട്ടി. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അടുത്ത പേജിലാണ്. പേജ് നമ്പർ 61. ഓക്കെ. പേജ് നമ്പർ 61 ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൂവ് ദാറ്റ് റൂട്ട് ഓഫ് 2 by 3
ഈക്വൽ ടു 2 റൂട്ട് 2/3. ഇത് പ്രൂവ് ചെയ്യണം. ആൻഡ് കൂടാതെ അടുത്തതും പ്രൂവ് ചെയ്യണം. എന്ത്? റൂട്ട് 3/4 ഈക്വൽ ടു 3 റൂട്ട് 3/8. 4 അല്ല 8 പ്രൂവ് ചെയ്യണം. ക്യാൻ യു ഫൈൻഡ് അതർ നമ്പേഴ്സ് ടു എന്ന് കൂടി ചോദിച്ചിട്ടുണ്ട്. വേറെ നമ്പർ കൂടി നിങ്ങളോട് ചെയ്യാനും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗം എങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ നോക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് ഇത് എടുക്കാം. റൂട്ട് 2/3 എന്നുള്ളതാണ്, റൂട്ട് ഓഫ് 2/3 എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം അല്ലേ. അതെങ്ങനെ പ്രൂവ് ചെയ്യും? ആദ്യം ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫ്രാക്ഷനിലേക്ക് മാറ്റാം. 3 × 2 6 + 2 8. സോ വി ക്യാൻ റൈറ്റ് റൂട്ട് ഓഫ് 8/3 എന്ന്, റൂട്ട് ഓഫ് 8/3 എന്ന് എഴുതാം അല്ലേ. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇതിനൊന്ന് സ്പ്ലിറ്റ് എഴുതരുത്. എങ്ങനെ സ്പ്ലിറ്റ് എഴുതുക? റൂട്ട് 8 ഡിവൈഡഡ് ബൈ റൂട്ട് 3 നമ്മൾ പഠിച്ചാണല്ലേ. ഡിവിഷൻ്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ പഠിച്ചില്ലേ. റൂട്ട് ഓഫ് 8/3 നമുക്ക് വി ക്യാൻ ഡിവൈഡ് ലൈക്ക് ദിസ്, റൂട്ട് 8 ഡിവൈഡ് ബൈ റൂട്ട് 3 എന്ന് എഴുതാം. ഇനി ഈ റൂട്ട് 8 എന്ത് ചെയ്യാം, ഒന്ന് ഫാക്ടറൈസ് ചെയ്യാം. എല്ലാവരും ശ്രദ്ധിച്ചോളൂ എങ്ങനെയാണ് ഫാക്ടറൈസ് ചെയ്യുന്നത്. ഫാക്ടറൈസ് ഇതിങ്ങനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4, വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ റൂട്ട് 8 എന്ന് പറയുമ്പോൾ ഇവിടെ 2 2 വന്നിട്ടില്ലേ. ശരിക്കും ഇങ്ങനെയാണ് എഴുതുക. റൂട്ട് 8 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, റൂട്ട് 2 × റൂട്ട് 2 × റൂട്ട് 2, 3 റൂട്ട് 2 അല്ലേ. റൂട്ട് 2 × റൂട്ട് 2 × റൂട്ട് 2 ബൈ റൂട്ട് 3. റൂട്ട് 2 × റൂട്ട് 2 2, പിന്നെ ഒരു റൂട്ട് 2 ഉണ്ട്. അപ്പോൾ റൂട്ട് 2 ബൈ റൂട്ട് 3. ദെൻ ഇങ്ങനെ വരുമ്പോൾ ഈ പുറത്തുള്ള റൂട്ട് 2 അവിടെ എഴുതി. റൂട്ട് 2 ഡിവൈഡഡ് ബൈ റൂട്ട് 3 നമുക്ക് ഓൾ ഇങ്ങനെ എഴുതാം, 2/3 എന്ന് പറയുന്നത്. ശരി തന്നെയല്ലേ, നമുക്ക് കിട്ടിയ ആൻസർ അല്ലേ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. റൂട്ട് 8 ഫാക്ടറൈസ് ചെയ്യുന്നത് മുതലാണ് നമ്മൾ ചേഞ്ച് വരുന്നത്. വെൻ വി ഫാക്ടറൈസ് റൂട്ട് 8, ഐ മീൻ 8, വി ഗെറ്റ് റൂട്ട് 2 × റൂട്ട് 2 × റൂട്ട് 2 × റൂട്ട് 2. ഇനി ഒരു സ്റ്റെപ്പും കൂടി കുറച്ച് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എഴുതാം. എങ്ങനെയാ ശ്രദ്ധിച്ചോളി. ഇവിടെ നോക്കൂ, ഒരു പെയർ വന്നില്ലേ, 2 2 വന്നില്ലേ. അപ്പോൾ 2 എന്ന് എഴുതുക. 2 2 വന്നു കഴിഞ്ഞാൽ ഒരു 2 എന്ന് എഴുതാം. ദെൻ ഒറ്റക്ക് നിൽക്കുന്ന ആൾക്ക് റൂട്ട് കൊടുക്കുക. അപ്പോൾ റൂട്ട് 2 റൂട്ട് 2 എന്നാണ് റൂട്ട് 8 ഡിവൈഡ് ചെയ്ത്, ഐ മീൻ ഫാക്ടറൈസ് ചെയ്താൽ കിട്ടുന്നത്. ഡിവൈഡഡ് ബൈ റൂട്ട് 3. ഇനി ഇതോ, ഇവിടെ 2 ഉണ്ട്, അത് ഔട്ട് സൈഡ് എടുത്തു, അവിടെ നിന്ന് വെച്ചു. ബാക്കി എന്താ, റൂട്ട് ഓഫ് 2/3 എന്ന് വരും. പ്രൂവ് ചെയ്തില്ലേ, ആദ്യത്തെ പ്രൂവ് ചെയ്തില്ലേ. ഇനി ഇതേപോലെ സെക്കൻഡ് 1 നമുക്ക് പ്രൂവ് ചെയ്യണം അല്ലേ. സെക്കൻഡ് 1 പ്രൂവ് ചെയ്യാനുള്ളത് ഏതാണ്, റൂട്ട് ഓഫ് 3/8 എന്ന് പറയുന്നത് അല്ലേ. ഇതിനെ നമുക്ക് പ്രൂവ് ചെയ്യണം. എന്താക്കണം, 3 റൂട്ട് 3/8 എന്നാക്കണം. ആ 3 പുറത്തേക്ക് വരണം അല്ലേ. വെറുതെ പുറത്തേക്ക് എഴുതിയാൽ പോരാ. എങ്ങനെയാ, ആദ്യം ഇതിനെ മാറ്റണം. റൂട്ട് ഓഫ് 3 × 8 24, 24 + 3 27/8, 27/8. ഇനി ഈ മുകളിലുള്ള 27 നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. 27 3 കൊണ്ട് ചെയ്യാം. 9 9 3 കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ഇവിടെ 2 എണ്ണം വന്നില്ലേ, 2 3 വന്നല്ലോ. അപ്പോൾ നമുക്ക് അതിന് ഒരു 3 ആയിട്ട് എടുക്കാം. അപ്പോൾ 3 റൂട്ട് 3, പിന്നെ ഒറ്റക്ക് നിൽക്കുന്ന ആൾക്ക് റൂട്ട് കൊടുക്കുക. അപ്പോൾ 3 റൂട്ട് 3 ഡിവൈഡഡ് ബൈ റൂട്ട് 8. ഓക്കെ, ദെൻ ഈസ് ഈക്വൽ ടു 3 ഔട്ട് സൈഡ് എടുത്ത് ബാക്കി റൂട്ട് ഓഫ് 3/8, റൂട്ട് ഓഫ് 3/8 എന്ന് പറയുന്നത്. ക്ലിയർ? ആൻസർ കിട്ടിയല്ലോ. ആൻസർ നമ്മൾ പ്രൂവ് ചെയ്തു അല്ലേ. 3 3/8, റൂട്ട് ഓഫ് 3 3/8 ഈസ് ഈക്വൽ ടു 3 റൂട്ട് 3/8 എന്ന് എഴുതി. ക്ലിയർ ആണല്ലോ. ഓക്കെ, ദെൻ അതിലത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു ചിത്രം കണ്ടോ നിങ്ങൾ? ഓൾ റെഡ് ട്രയാങ്കിൾസ് ഇൻ ദ പിക്ചർ ആർ ഇക്വലാറ്ററൽ. എല്ലാ റെഡ് ട്രയാങ്കിൾസും, അതിലുള്ള എല്ലാ റെഡ് ട്രയാങ്കിൾസും എന്താണ്, ഇക്വലാറ്ററൽ ആണ്.
വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ഔട്ടർ ആൻഡ് ഇന്നർ സ്ക്വയേഴ്സ്? ഔട്ടർ ആൻഡ് ഇന്നർ സ്ക്വയേഴ്സ്, അതിൻ്റെ ഉള്ളിലൊരു സ്ക്വയർ ഉണ്ട്, ചെറിയ ഗ്രീൻ നിറത്തിലുള്ള സ്ക്വയർ, അതിൻ്റെ സൈഡും പിന്നെ അതിൻ്റെ പുറത്തൊരു വലിയ സ്ക്വയർ അല്ലേ, പുറത്തുള്ള വലിയ സ്ക്വയർ ഉണ്ടല്ലോ, അതിൻ്റെ സൈഡും തമ്മിലുള്ള റേഷ്യോ എന്താണെന്നാണ് ചോദ്യം. നിങ്ങൾ 60 ഡിഗ്രിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ചെയ്തില്ലേ, അത് വെച്ചിട്ട് ഇത് നിങ്ങൾക്കൊരു ചെറിയ അസൈൻമെൻ്റ് ആയിട്ട് തരികയാണ്, ചെറിയൊരു അസൈൻമെൻറ്റ്. ഇതൊന്ന് സോൾവ് ചെയ്യണം, നമ്മുടെ 60 ഡിഗ്രി 30 ഡിഗ്രി 90 ഡിഗ്രി വെച്ചിട്ട്. ഇപ്പോൾ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം, ലൈവ് ക്ലാസ്സിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് തീർക്കാം. അപ്പോൾ ഇത് നിങ്ങളൊരു അസൈൻമെൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, എഴുതി വെക്കുക, നിർബന്ധമായിട്ടും എഴുതി വെക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചോദിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ അതോട് കൂടിയിട്ട് ആ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ചാപ്റ്റർ നമ്മുടെ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം.